ഞാൻ ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. പഴം ഉണങ്ങിയത്. ആദ്യമായി പഴം തൊലി കളഞ്ഞ് എടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 2ആയിട്ടോ 4ആയിട്ടോ വട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 4ആയിട്ടാണ് കീറിയെടുക്കുന്നത് എൻ്റെ സൗകര്യാർത്ഥം. ഇതുപോലെ വെള്ളപ്പറ്റില്ലാത്ത പഴമാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. വെയിൽ കുറച്ച് മതി ഉണങ്ങിയെടുക്കാനായിട്ട്. 4ആയി കീറിയതിന് ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങുന്നിട വരെ വെയിൽ കൊള്ളിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാവുന്നതാണ്. 10-15 ദിവസമെങ്കിലും മാക്സിമം വെയിൽ കൊള്ളണമെങ്കിൽ ഇത് ശരിയായി നമുക്ക് ഉണങ്ങി കിട്ടുകയുള്ളൂ. ശേഷം വേണം കുപ്പിക്കകത്ത് വെച്ച് കുപ്പിഭരണിയിൽ കാറ്റ് കയറാത്ത കുപ്പിഭരണി വെച്ച് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. അന്ന് വെച്ച പഴം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 15 ദിവസം ഞാൻ വെയിലത്ത് വെച്ചു. നല്ല വെയിലുള്ളത് കാരണമാണ് എളുപ്പം ഉണങ്ങി കിട്ടിയത്. അന്ന് നമ്മൾ അരിഞ്ഞപ്പോൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങി വന്നപ്പോൾ ഇത്രയുമായി. വളരെ വളരെ നല്ല സാധനം കേട്ടോ. നമ്മളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നുള്ളൂ. ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ല, നോ ആഡഡ് ഷുഗർ. അത്ര നല്ല മധുരമുണ്ട്, പക്ഷെ ഒന്നും പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. പഴം വെറുതെ ഉണങ്ങിയിട്ടുള്ളൂ, പഞ്ചസാര ശർക്കര ഒന്നുമില്ല. എന്നിട്ടും നല്ല മധുരം, നല്ല ടേസ്റ്റ്. നമ്മൾ ഈ കടയിലെ ആപ്രിക്കോട്ടും അതുപോലെ തന്നെ കിവിയൊക്കെ ഉണങ്ങി കിട്ടില്ലേ സ്റ്റഫ് ചെയ്ത്, അതിൻ്റെ നമ്മുടെ വീട്ടിലെ രൂപം. എന്തായാലും വളരെ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി സൂപ്പർ. ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുന്ന സാധനമാണ്. നല്ല കുപ്പിപ്പരണി വെച്ച് അടച്ച് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ്.